നാട്ടിൽ പോയാൽ കുറച്ച് കാണാനുണ്ടെന്നു അവിടെ ഇവിടെയൊക്കെ. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പം അങ്ങനത്തെ ഒന്നും കാണാനേ ഇല്ല. ഇപ്പം അങ്ങനെയുള്ള നെയ്തുണ്ടാക്കുന്നവരെ പോലും കാണാനില്ലല്ലേ നമ്മുടെ നാട്ടിലിപ്പോൾ, അല്ലേ? ഉണ്ടോ? ഓക്കെ. സി, ക്യാൻ യു മേക്ക് സിമിലർ ആർട്ട്? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? ഓക്കെ. മേക്ക് ദം ആൻഡ് ഓർഗനൈസ് ആൻ എക്സിബിഷൻ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു പ്രദർശനം നടത്തിയാലോ, ഒരു എക്സിബിഷൻ, ഒരു പ്രദർശനം നടത്തിയാലോ? നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ഉണ്ടാക്കാൻ. കൂടാതെ നിങ്ങൾക്ക് എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സാധനം ഉണ്ടാക്കാൻ പറ്റും. ഇതുകൊണ്ട് ഓല കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സാധനം ഉണ്ടാക്കാൻ പറ്റും. നോക്കുക, നെക്സ്റ്റ് പേജ് നമ്പർ 50 നോക്കിയേ. പേജ് നമ്പർ 50. ഓക്കെ. നിലീനാസ് ഡയറി. അതിന് മുമ്പ് ഒരു ഫെസ്റ്റിവൽ സീൻ കണ്ടോ? ഒരു ആഘോഷത്തിൻ്റെ ഒരു സീനറി കണ്ടോ? സീൻ കണ്ടോ? ഒരു ആഘോഷത്തിൻ്റെ സീന്, എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവ കാഴ്ച. ഫെസ്റ്റിവൽ മീൻസ് ഉത്സവം, ഫെസ്റ്റിവൽ സീൻ മീൻസ് ഒരു ഉത്സവത്തിൻ്റെ കാഴ്ച, ഉത്സവ കാഴ്ച എന്ന് പറയാം. നോക്കി എന്തെല്ലാം ഉണ്ട് നോക്കിയേ. കണ്ടോ? ബോൾ കൊണ്ട് കളിക്കുന്നു, നെറ്റിപ്പട്ടം കെട്ടി ആനയെ കാണാം, പിന്നെ എന്തെല്ലാം കാണുന്ന നോക്കിയേ. പിന്നെ വർണ്ണക്കൊടകൾ കാണാം, അവിടെ കളിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം അവിടെ ഉണ്ട് നോക്കിയേ. ജനങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു. എൻ്റെ അമ്മോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അവിടെയെല്ലാം. ഓക്കെ, നമുക്ക് നിലീനയുടെ ഡയറി എന്നാ എഴുതിയിരിക്കുന്നത് നോക്കാം. നമുക്ക് 2015 സെപ്റ്റംബർ 26. നിലീന ഡയറിക്കകത്ത് എഴുതിയിരിക്കുകയാണ്, വെൻ ടു സീ ദ ഫെസ്റ്റിവൽ വിത്ത് മദർ ടുഡേ. അമ്മയുടെ കൂട്ടത്തിൽ ഈ ഉത്സവത്തിന് പോയി. ഫാം ലീഫ് ഫെസ്റ്റൂൺസ് ഹങ് ഓൺ റോഡ് സൈഡ്സ്. ഫാം ലീഫ് ഫെസ്റ്റൂൺസ് ഹങ് ഓൺ റോഡ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ തെങ്ങോല ഇങ്ങനെ തൂക്കി അലങ്കരിച്ചിട്ടിട്ടുണ്ട്. തെങ്ങോല ഇങ്ങനെ വഴിയിലേക്ക് കൂടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്, ഇങ്ങനെ തൂക്കിയിട്ട് ഫാം ലീഫ് ഫെസ്റ്റൂൺസ് ഹങ് ഓൺ റോഡ് സൈഡ്. അതുകൊണ്ട് തോരണമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? തോരണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി, തെങ്ങോല കൊണ്ട് തോരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വഴി മുഴുവൻ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ തോരണങ്ങളുണ്ടെന്ന്. പിന്നെയോ തെങ്ങോല തോരണം ഉണ്ടാകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാരാണ് ഈ കുരുത്തോല കൊണ്ടല്ലേ, മൂക്കാത്ത വെള്ളം, ഏകദേശം ഒരു വൈറ്റ് കളറോട് കൂടിയ ഇലയില്ല, അതിൻ്റെ കുരുത്തോല എടുക്കുക. അധികം മൂത്ത എടുക്കും. കുരുത്തോല കൊണ്ട് ഇങ്ങനെ കെട്ടി കുരുത്തോല തോരണങ്ങൾ നമ്മൾ വഴി മുഴുവൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആഘോഷത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മാംഗോ ലീവ്സ് ബിറ്റ്വീൻ ദം. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? മാവിലയുണ്ട്. ഈ തെങ്ങോലയുടെ ഇടയ്ക്ക്, കുരുത്തോല തോരണത്തിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? മാവിലയും ഉണ്ട്, കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ദ ബിഗ് പന്തൽ ഇൻ ദ ടെമ്പിൾ യാർഡ്. അമ്പലമുറ്റത്ത് എന്തുണ്ട്? ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ പന്തൽ. അമ്പലത്തിൻ്റെ മുറ്റത്ത് വലിയൊരു പന്തലുണ്ട്. ബൾബ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഗ്ലോയിങ്. അവിടെ നിന്ന് എന്തെല്ലാം ഉണ്ട്? പല വർണ്ണത്തിലുള്ള ബൾബുകൾ അവിടെ എന്ത് ചെയ്യുന്നു? മിന്നുന്നുണ്ടെന്ന്. പല വർണ്ണത്തിലുള്ള ബൾബുകൾ അവിടെ മിന്നുന്നു. ആ കൂട്ടത്തിൽ വേറെന്തെല്ലാം ഉണ്ട്? ഇത് പ്രൊസഷൻ വിത്ത്, അവിടെ ഒരു പ്രദക്ഷിണം ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെ എന്താ? ഇത് പ്രൊസഷൻ വിത്ത് എലഫൻസ് വിത്ത് ദ വർണ്ണക്കുട, നെറ്റിപ്പട്ടം ആൻഡ് വെഞ്ചാമരം. പിന്നെ എന്താണ്? ചെണ്ടമേളം അനിൽ സ്പീച്ച്. ചെണ്ടയാണെങ്കിൽ ഭയങ്കര ശക്തിക്കകത്ത് കൊട്ടുന്നു. എന്തൊക്കെയുണ്ട് അവിടെ? അമ്മയോടൊപ്പം ആരാ ഉത്സവം കാണാൻ പോയത്? നിലീന. അവൾ എഴുതിയ ഡയറി നമ്മൾ വായിക്കുന്നല്ലേ. വഴിയരിയിൽ എന്തൊക്കെ കണ്ടു? അവൾ എഴുതിയിരിക്കുകയാണ്, തൂക്കിയിട്ടിരിക്കുന്ന കുരുത്തോല തോരണങ്ങൾ. പിന്നെയോ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? മാവിലകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെയോ അമ്പലത്തിൻ്റെ മുറ്റത്തെന്തുണ്ട്? ഉയർന്നു നിൽക്കുന്ന വലിയൊരു പന്തൽ. പിന്നെ എന്തുണ്ട്? അവയിൽ പല വർണ്ണത്തിൽ പല കളറിലുള്ള മിന്നിക്കൊണ്ടിരിക്കുന്ന ബൾബുകൾ. പിന്നെയോ വർണ്ണക്കുടയുണ്ട്. നെറ്റിപ്പട്ടോ ഒക്കെ ആയിട്ട് നെറ്റിപ്പട്ടോ വെഞ്ചാമരവുമായിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളുന്നു. പിന്നെ പുറകിൽ ചെണ്ടമേളം, ചെണ്ടകൊട്ട് ഭയങ്കര ശക്തി അറിയിച്ച ചെണ്ടകൊട്ട്. ചെണ്ട അങ്ങോട്ട് ഭയങ്കര സ്പീഡിലാണ് കൊട്ടുന്നത്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ? അവിടെ ചില കടകൾ, വെൻഡേജ് ഷോപ്പ് ഉണ്ടല്ലേ, കച്ചവടക്കാരുണ്ട്. പിന്നെ ഫയർ വർക്ക്സ്, വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. പിന്നെയോ അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഡയറി കുറിപ്പാണ്, നിലീനയുടെ ഡയറി കുറിപ്പാണല്ലേ. അപ്പം നിങ്ങളുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ചോദ്യം ഞങ്ങൾക്ക് തരുവാണ്. വാട്ട് അതർ സച്ച് സീൻസ്
ഹാവ് യു സീൻ മേക്ക് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഫെസ്റ്റിവലിന് ഇങ്ങനെ നിങ്ങൾ എന്തെല്ലാം ഫെസ്റ്റിവൽ കണ്ടിട്ടുണ്ട്, എവിടെ എവിടെ എന്തെല്ലാം ഉത്സവങ്ങൾക്ക് പോയിട്ടുണ്ട്, അവിടുത്തെ നിങ്ങൾ കണ്ട സീനുകൾ ഒരു ഡയറി കുറിപ്പായിട്ട് എഴുതണം. നിങ്ങൾ എന്തെല്ലാം ഉത്സവങ്ങൾക്ക് പോയിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ട്, അവിടുത്തെ കാഴ്ചകൾ, ഉത്സവ കാഴ്ചകൾ എന്ന് പറയും. നിങ്ങൾ ഒരു ഡയറി കുറിപ്പായിട്ട് എഴുതണം. ഓക്കെ, ഐ ആം ടേക്കിംഗ് അപ് ടു ഹിയർ ഓൺലി ടുഡേ. ഓക്കെ ചിൽഡ്രൻ, യു ഹാവ് ടു റീഡ് മെനി ടൈംസ്. യു മസ്റ്റ് റീഡ്. കാരണം ഇച്ചിരി കുറച്ച് വായിക്കാനുണ്ട്. ഈ നാടൻ കളിയുടെ പേര് ലഗോറി എന്ന കളി എന്താണ്, എങ്ങനെയാണെന്ന് നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ, പഠിക്കണം. ഓക്കെ, നമ്മുടെ നാട്ടിലെ നാടൻ കളികളെക്കുറിച്ച് ഒക്കെ പഠിക്കണം. പിന്നെ എന്തെല്ലാം ഓല കൊണ്ട് എന്തെല്ലാം സാധനം ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓല കൊണ്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ ഗുഡ് ഡേ ചിൽഡ്രൻ. താങ്ക് യു.